ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്നാണ് വൈദ്യൂട്ടിയുടെ 3-ാം പിറന്നാൾ. 2022 ഡിസംബർ 29 വൈകുന്നേരമാണ് വൈദ്യൂട്ടി ജനിച്ചത്. ജനിക്കുമ്പോൾ 1.50 മാത്രമേ വെയിറ്റ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഞാൻ 7-ാം മാസമാണ് പ്രസവിച്ചത്. ഈ വീഡിയോയിൽ എനിക്ക് എൻ്റെ പ്രസവ അനുഭവമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ പ്രസവം കാരണം ഞാൻ 3 ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം 5-ാം മാസം വരെ ഞാൻ പറശ്ശിനി അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലാണ് കാണിച്ചത്. 1.5 മാസത്തിലും 5-ാം മാസത്തിലും ബ്ലീഡിംഗ് ആയി അഡ്മിറ്റ് ആയി. അവിടുന്ന് സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു മറുപിള്ള ആയതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിൽ പോയിക്കോളൂ എന്ന്. അവിടുന്ന് നേരെ പോയത് കണ്ണൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്. ചെറിയ വേദന കാരണം ഞാൻ ഇവിടെയും അവിടുന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നതിന്റെ പിറ്റേ ദിവസം അവിടുന്നാണ് ഈ കഥയുടെ തുടക്കം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ അനുഭവം കേൾക്കാൻ വേണ്ടി റെഡിയല്ലേ? എനിക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു. കാരണം അവിടെ ഭയങ്കര കൊതുക് ശല്യമായിരുന്നു. ഗർഭിണിമാരായ പലർക്കും അറിയാത്തൊരു സംഭവം അന്ന് എനിക്ക് സംഭവിച്ചു. ആദ്യം വിചാരിച്ചത് അറിയാതെ യൂറിൻ പാസ് ചെയ്യുന്നു എന്നാണ്. കാരണം എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ബാഗൊക്കെ പാക്ക് ചെയ്ത് മനസ്സോടെ പിന്നെയും പോയത് ഡിസ്ചാർജ് ആയ കണ്ണൂർ ഹോസ്പിറ്റലിലേക്ക് തന്നെയായിരുന്നു. കാരണം ആ കൊതുകടിയും ഇനിയും കൊള്ളണമല്ലോ എന്ന ചിന്തയായിരുന്നു. വേഗം തന്നെ ലേബർ റൂമിൽ കയറി കുറേ മണിക്കൂർ അവിടെ കിടന്നു. ഗർഭപാത്രത്തിൽ നിന്ന് വെള്ളം വരുന്നത് നിൽക്കാൻ വേണ്ടിയും കുഞ്ഞിന്റെ പ്രൊട്ടക്ഷനും വേണ്ടി ഒരു ഇഞ്ചക്ഷനും എടുത്ത് അവിടുന്ന് ആംബുലൻസിൽ പോയി ഇറങ്ങിയത് കേട്ടുകേൾവി മാത്രമുള്ള പരിയാരം മെഡിക്കൽ കോളേജിന്റെ മുറ്റത്തായിരുന്നു. അവിടുന്നും പോയി നേരെ 5-ാം നിലയിലെ ലേബർ റൂമിലേക്ക്. പിന്നെ ഒന്നും പറയണ്ട, കുറച്ച് മാസത്തേക്ക് അവിടെ തന്നെയായി. അങ്ങനെ നടുവേദനയും വയറുവേദനയും ഇൻസുലിന്റെ വേദനയും കയ്യിൽ കുത്തിയ സൂചിയുടെ വേദനയും എല്ലാം സഹിച്ച് അവിടെ നിന്നു. എന്നെ പോലെ കുറെ ഗർഭിണി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിനി. 2022 ഡിസംബർ 25 ക്രിസ്തുമസിന് അവിടെയുള്ള നേഴ്സുമാരും രോഗികളും ബന്ധുക്കളും എല്ലാവരും കൂടി കേക്കൊക്കെ കട്ട് ചെയ്ത് ആഘോഷിച്ചു. അങ്ങനെയുള്ള നല്ല മെമ്മറീസ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രഗ്നന്റ് ആയിട്ട് 28-ാമത്തെ ആഴ്ച, അതായത് 7-ാം മാസം, അന്ന് വൈകുന്നേരം എന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. പണ്ടത്തെ പോലെയൊന്നും അല്ല കേട്ടോ. സിനിമ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇപ്പോഴത്തെ ഡെലിവറി ഒക്കെ നടക്കുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് തണുപ്പ് പിടിച്ചത് കാരണം അനസ്തേഷ്യ ചെയ്ത് ധരിപ്പിച്ചപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ വയറ് കീറി കുഞ്ഞിനെ പുറത്തെടുത്തു. പക്ഷെ എനിക്ക് കുഞ്ഞിനെ കാണാൻ വേണ്ടി പറ്റിയില്ല. പെൺകുഞ്ഞാണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. അവിടുന്ന് നേരെ സിസേറിയൻ കഴിഞ്ഞവരുടെ വാർഡിലേക്ക് മാറ്റി. വയറ് കീറിയ വേദന മാറണമെങ്കിൽ നടക്കണമെന്നാണ് നഴ്സുമാർ പറഞ്ഞത്. നടക്കാൻ പോയിട്ട് ഒന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി. ഓരോരുത്തരും വേദന കൊണ്ട് കരയുന്നതൊക്കെ കാണുമ്പോൾ ഉള്ള കോൺഫിഡൻസ് വരെ എനിക്ക് പോയിട്ടുണ്ട്. അവിടുന്ന് 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വാർഡിലേക്ക് മാറ്റി. അപ്പോഴെല്ലാം കുഞ്ഞുള്ളത് NICയിലായിരുന്നു. 6 ദിവസം കഴിഞ്ഞാണ് എൻ്റെ വൈദ്യുവിന്റെ മുഖം ഒന്ന് എനിക്ക് കാണാൻ പറ്റിയത്. NICU എന്ന ലോകത്തേക്ക് ഞാൻ ആദ്യമായി പോയത് അന്നാണ്. മൂക്കിലൂടെയും കാലിലൂടെയും വയറൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ അങ്ങ് പോയി. വാർഡിൽ നിന്ന് ഡിസ്ചാർജും വാങ്ങി 6-ാം ദിവസം സ്റ്റിച്ചും അഴിച്ച് ഞാൻ പോയത് 5-ാം നിലയിലെ NICUവിന്റെ അടുത്തായി. ഓപ്പറേഷൻ കഴിഞ്ഞ ഞാൻ കിടന്നത് വെറും തറയിലാണ്. അങ്ങനെ പോയി കുറേ ദിവസങ്ങൾ. 7-ാം മാസം ആയതുകൊണ്ട് കുഞ്ഞിന് ഹാർട്ടിന് ചെറിയ സർജറി വേണ്ടി വന്നു. അത് കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ നിന്നാണ് ചെയ്തത്. അതിന്റെ ഫോളോ അപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് പോയത് കഴിഞ്ഞ മാസമായിരുന്നു. ആള് ഇപ്പോൾ ഓക്കെ ആയതുകൊണ്ട് ഇനി പോകണമെന്നൊന്നുമില്ല. പണ്ടൊക്കെ എനിക്ക് ആംബുലൻസിനൊക്കെ ഭയങ്കര പേടിയായി. ആ പേടി പോയത് പരിയാരത്ത് നിന്ന് കോഴിക്കോട് മിംസിൽ ആംബുലൻസിൽ പോയപ്പോഴാണ്. കോഴിക്കോടേക്ക് പോകുമ്പോൾ മാഹി വരെ എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്ന അവസ്ഥയായിരുന്നു. അവിടുന്ന് മുതൽ ഞാൻ ആംബുലൻസിൽ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. അപ്പോഴെനിക്ക് ശ്രീനിവാസന്റെയും ആസിഫ് അലിയുടെയും സിനിമയെ ട്രാഫിക് എന്ന സിനിമയായിരുന്നു ഓർമ്മ വന്നത്. ഡോക്ടർ പറഞ്ഞിട്ട് പരിയാരം ഹോസ്പിറ്റലിൽ നിന്ന് ഹൃദയം പദ്ധതിയിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഫുഡിനുള്ള ചെലവ് മാത്രമേ നമുക്ക് കാണേണ്ടി വന്നിട്ടുള്ളൂ. 3-ാമത്തെ ദിവസം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്ന്. പക്ഷെ എനിക്ക് പ്രസവരക്ഷ ലേഹ്യമൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴും ഞാൻ 3 നേരം ഇൻസുലിൻ കുത്തിവെക്കാറുണ്ടായിരുന്നു. പിന്നീട് ഫോളോ അപ്പിനായി പരിയാരം ഹോസ്പിറ്റലിൽ കൃത്യമായി പോകാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് വൈദൂട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. വീട്ടിൽ ചെറിയ ഡെക്കറേഷൻ പരിപാടികളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു കേട്ടോ. കമ്പിൽ നിന്ന് കേക്കും വാങ്ങി. ഫുഡിന് ഞങ്ങൾ കമ്പിൽ ഫാമിലി റെസ്റ്റോറന്റ് ആയ മലബാർ മന്തി ഹൗസിൽ നിന്നാണ് വാങ്ങിയത്. അടിപൊളി ഫുഡായിരുന്നു. പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഡ്രസ്സും ചെരുപ്പൊക്കെ കിട്ടി വൈദൂട്ടിക്ക്. പിന്നെ ഒരുപാട് പേർ വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ വിഷ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട് കേട്ടോ.